ഹലോ, നമ്മളപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ ആയിരുന്നു. അതൊന്നും കൂടി ബ്രഷപ്പ് ചെയ്യാം. ഒരു ഇമ്പൾസ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് വരുന്നു, ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലേക്ക് എത്തുന്നു. ദറ്റ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ഈസ് അതർവൈസ് നോൺ ആസ് മോട്ടോർ എൻഡ് പ്ലേറ്റ്, and this impulse reaches to the neuromuscular junction through the motor neuron. Then synaptic vesicles release a neurotransmitter, that is acetylcholine. It generates an action potential in the sarcolemma and spread through the muscle fiber. അപ്പോൾ തൊട്ടടുത്തുള്ള സാർക്കോലമ്മയിലേക്ക് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാണ്. And it causes the release of calcium ions from the sarcoplasmic reticulum. Sarcoplasmic reticulum means endoplasmic reticulum of the muscle fiber. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. And there is a sudden release of calcium ions into the sarcoplasm. Then these calcium ions will bind to the troponin of the actin filaments and unmask the active site of the myosin. That is so that ട്രോപ്പോണിൻ്റെ മുകളിലിരിക്കുന്നത് കൊണ്ട് ഇതുവരെ മാസ്ക് ചെയ്ത് വെച്ച് ട്രോപ്പോണിന് കുറച്ച് സ്ട്രക്ചറൽ ചേഞ്ചസ് വരുന്നു. അങ്ങനെ ആക്റ്റിനൊരു മയോസിൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. ഈ മയോസിൻ ബൈൻഡിങ് സൈറ്റിനെ മാസ്ക് ചെയ്താണ് ട്രോപ്പോണിൻ സിറ്റുവേറ്റ് ചെയ്തിരുന്നത്. ആ മാസ്കിങ്ങിനെ അൺമാസ്ക് ചെയ്യുന്നു. Then using the energy from ATP hydrolysis, the myosin head, മയോസിൻ്റെ HMM-ൽ ഒരു ATP ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ATP ഹൈഡ്രോളൈസ് ചെയ്യപ്പെടും. ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ADP. And using the energy from ATP hydrolysis, myosin head binds to the active site of the actin to form a cross bridge. This is the cross bridge. And this pulls the actin filaments on both sides towards the center of A band. That is, actin filaments partially overlap so that the H zone disappears. H zone എന്ന് പറയുന്ന കൺസെപ്റ്റ് താൽക്കാലികമായി ഇല്ലാണ്ടാകപ്പെടും. ഈ ഡയഗ്രമാണിത് കാണുന്നത്. അതായത് ഉള്ളിലേക്ക് വലിയാണ് ചെയ്യുന്നത്, ആക്റ്റിൻ ഫിലമെൻസിനെ ഉള്ളിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എച്ച് സോൺ എന്ന് പറയുന്നത് ഡിസപ്പിയർ ചെയ്ത് ഈ കോൺട്രാക്റ്റഡ് സ്റ്റേറ്റിൽ ആവും. The Z line attaches to the actin is also pulled inwards. അതായത് Z ലൈൻ്റെ ലെങ്ത് കുറയും. ഇറ്റ് കോസസ് ദ ഷോർട്ടനിങ് ഓഫ് സാർക്കോമിയർ. അപ്പോൾ സാർക്കോമിയറിൻ്റെ ലെങ്ത് കുറഞ്ഞു. ഐ ബാൻഡ് ഗെറ്റ്സ് ഷോർട്ടൻഡ് ആൻഡ് എ ബാൻഡ് റീറ്റെയിൻ ദ ലെങ്ത്. അപ്പോൾ ഐ ബാൻഡ് ഷോർട്ടൺ ചെയ്യും, പക്ഷേ എ ബാൻഡ് അങ്ങനെ തന്നെ നിലനിൽക്കും. എ ബാൻഡ് എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ എ ബാൻഡായിരുന്നു, ഇത്രയും പോർഷൻ എ ബാൻഡാണ്. ഐ ബാൻഡ് എന്ന് പറയുന്നത് ഇവിടെയുള്ളതാണ്, ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഐ ബാൻഡ് ഷോർട്ടൺ ചെയ്യും, എ ബാൻഡ് റീറ്റെയിൻ ഇറ്റ്സ് ലെങ്ത്. Then myosin releases the ADP and inorganic phosphate and goes back to the relaxed state. A new ATP binds and the cross bridge is broken. അപ്പോൾ മയോസിൻ എന്ത് ചെയ്യും? ഈ ADP റിലീസ് ചെയ്യും, എന്നിട്ട് പുതിയൊരു ATP വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ചെയ്യപ്പെടും. ദ ATP ഈസ് അഗെയിൻ ഹൈഡ്രലൈസ്ഡ്. വീണ്ടും ഈ ATP ഹൈഡ്രലൈസ് ചെയ്യിക്കും. അങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. സ്ലൈഡിങ് മൂവ്മെൻറ്റ് തിയറിയാണ്. When calcium ions are pumped back into the sarcoplasmic cisternae, calcium ions പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് അഗെയിൻ മാസ്ക് ദ മയോസിൻ ബൈൻഡിങ് സൈറ്റ്. ആക്റ്റിനിലെ മയോസിൻ ബൈൻഡിങ് സൈറ്റ് പിന്നെയും മാസ്ക് ചെയ്യപ്പെടും ട്രോപ്പോണിൻ കൊണ്ട്. ആസ് എ റിസൾട്ട് ദ സെഡ് ലൈൻ റിട്ടേൺ ടു ദർ ഒറിജിനൽ പൊസിഷൻ. ഇറ്റ് ഈസ് നോൺ ആസ് റിലാക്സേഷൻ. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി the reaction time of the fibers varies in different muscles. അതായത് ഓരോ മസിൽസിലെ ആ മസിൽ കോൺട്രാക്ഷൻ്റെ സമയം വേരി ചെയ്തിരിക്കും. റിപ്പീറ്റഡ് ആക്ടിവേഷൻ ഓഫ് ദ മസിൽസ് ലീഡ്സ് ടു ദ അക്യുമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ്. ഇറ്റ് കോസസ് മസിൽ ഫറ്റീഗ്. അതായത് റിപ്പീറ്റഡായിട്ട് നമ്മളിപ്പോൾ കുറേ സ്ട്രെനുവസ് വർക്കൗട്ട്സ് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പണി ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. റിപ്പീറ്റഡായിട്ട് ഒരു പെർട്ടിക്കുലർ മസിൽസിന് ആക്ഷൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് അവിടെ വേദന, ക്ഷീണം ഒക്കെ അനുഭവപ്പെടും, വേദന അനുഭവപ്പെടും. പിന്നെ ആ മസിൽസിന് ഭയങ്കര അനക്കാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡായിട്ട് കണ്ടിന്യൂസ് ആക്ടിവേഷൻ നടക്കുമ്പോൾ അവിടെ ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യും. ദിസ് ലാക്റ്റിക് ആസിഡ് കോസസ് മസിൽ ഫറ്റീഗ്.
ഇതിന് കാരണം അനേറോബിക് മസിൽ സെൽസിൽ ഗ്ലൈക്കോജൻ ഉണ്ട്. ദിസ് ഗ്ലൈക്കോജൻ ഇസ് അനേറോബിക്കലി ബ്രേക്ക് ഡൗൺ ഇൻ ടു ലാക്റ്റിക് ആസിഡ്. ഈ ഗ്ലൈക്കോജൻ്റെ ബ്രേക്ക് ഡൗൺ ആണ്, അനേറോബിക് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ ആണ് ലാക്റ്റിക് ആസിഡ് അക്കോമുലേഷന് കാരണം. ആൻഡ് ദിസ് കോസസ് മസിൽ ഫെറ്റീഗ്. ദെൻ നമ്മൾ മസിൽ ഫൈബേഴ്സിനെ ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എയ്റോബിക് മസിൽസ് അല്ലെങ്കിൽ അനേറോബിക് മസിൽസ് എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള മസിൽസ് ഉണ്ട്. എയ്റോബിക് ഓർ റെഡ് മസിൽ ഫൈബേഴ്സ് ആൻഡ് വൈറ്റ് മസിൽ ഫൈബേഴ്സ്. റെഡ് മസിൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ റെഡ് കളർ ഡ്യൂ ടു മയോഗ്ലോബിൻ. മയോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ മസിലിലെ ഓക്സിജൻ ക്യാരിയിങ് പിഗ്മെൻ്റ് ആണ് മയോഗ്ലോബിൻ, ലൈക്ക് ദാറ്റ് ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ ഫംഗ്ഷൻ ഓക്സിജൻ ക്യാരിയിങ് അല്ലേ, അപ്പോൾ അതുപോലെയുള്ള ഓക്സിജൻ ക്യാരിയിങ് പിഗ്മെൻ്റ് ആണ് മയോഗ്ലോബിൻ. ഓൾസോ റെഡ് മസിൽ, അപ്പോൾ റെഡ് കളേർഡ് മസിൽസിൽ റെഡ് കളറിന് കാരണം മയോഗ്ലോബിൻ ധാരാളമായിട്ടുണ്ട്. പക്ഷേ വൈറ്റ് മസിൽസിൽ മയോഗ്ലോബിൻ വളരെ കുറച്ചേ ഉള്ളൂ. അതുപോലെ റെഡ് മസിൽസിൽ മോർ മൈറ്റോകോൺട്രിയ, ദർ ആർ മോർ മൈറ്റോകോൺട്രിയ, മൈറ്റോകോൺട്രിയയുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുപോലെ അതേസമയം വൈറ്റ് മസിൽ ഫൈബേഴ്സിനാണെങ്കിൽ മൈറ്റോകോൺട്രിയ ഇസ് കമ്പാരിറ്റീവ്ലി ലെസ്. ഇൻ റെഡ് മസിൽ ഫൈബേഴ്സ് they undergo aerobic metabolism, but white muscle fibers undergo anaerobic metabolism, that is in presence and in absence of oxygen. Then red muscle fibers undergoes slow and sustained contraction. പതുക്കെയും എന്നാൽ നിലനിർത്തുന്നതുമായിട്ടുള്ള കോൺട്രാക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ് റെഡ് മസിൽ ഫൈബേഴ്സ്. പക്ഷേ വൈറ്റ് മസിൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ മെൻറ്റ് ഫോർ ഫാസ്റ്റ് കോൺട്രാക്ഷൻ ഫോർ ഷോർട്ട് പീരീഡ്, കുറച്ച് സമയത്തിലേക്കുള്ള ഫാസ്റ്റ് കോൺട്രാക്ഷൻ. അതാണ് വൈറ്റ് മസിൽ ഫൈബേഴ്സ് ചെയ്യുന്നത്. ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. റെഡ് മസിൽ ഫൈബേഴ്സ് ഇസ് റെഡ് കളർ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് മയോഗ്ലോബിൻ, while it is white in color because of the lesser myoglobin content in white muscle fibers. In red muscle fibers there are more mitochondria, while it is less in white muscle fibers. Red muscle fibers undergo aerobic metabolism, while white muscle fibers undergo anaerobic metabolism. Red muscle fibers undergoes slow and sustained contraction, while white muscle fibers undergo fast contraction for short period, വളരെ കുറച്ച് സമയത്തേക്കുള്ള ഫാസ്റ്റ് കോൺട്രാക്ഷൻ. അതാണ് വൈറ്റ് മസിൽ ഫൈബേഴ്സ് ചെയ്യുക. Then comes the human skeletal system. Human skeletal system consists of a framework of bones. This is 206 bones. നമുക്കറിയാം ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ 206 എല്ലുകളുണ്ട് and few cartilages. Bones have very hard matrix due to calcium salts. നമുക്കറിയാം ആ ബോൺസിൻ്റെ ആ ഗാഠത അത്രയും ഹാർഡായിരിക്കാൻ കാരണം കാൽഷ്യം സോൾട്ട്സ് ആണ്. കാർട്ടിലേജ് ഹാസ് സ്ലൈറ്റ്ലി പ്ലയബിൾ മാട്രിക്സ് ഡ്യൂ ടു കോൺട്രോയിറ്റിൻ സോൾട്ട്സ്. കാർട്ടിലേജിന് ബോണിൻ്റെ അത്ര സ്റ്റിഫല്ല. നമ്മൾ പറയുന്നതാണ് നമ്മുടെ ചെവി, അതൊക്കെ കാർട്ടിലേജാണ്. എക്സ്റ്റേണൽ ഇയർ പിന്നാന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി പ്ലയബിൾ മാട്രിക്സ്. അത് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയൊക്കെ ചെയ്യാൻ പറ്റും. അത് ദാറ്റ് ഈസ് ഡ്യൂ ടു ദ കോൺട്രൈറ്റിൻ സോൾട്ട്സ്. Human skeletal system can be divided into two: axial skeleton and appendicular skeleton. Axial skeleton means it includes bones of head, vertebral column, sternum and ribs. And then comes the appendicular skeleton. It consists of bones of forelimbs, bones of hind limbs, pectoral girdle and pelvic girdle. Okay, human skeletal system can be divided into two: axial skeleton and appendicular skeleton. Axial skeleton includes bones of head, vertebral column, sternum, ribs, while appendicular skeleton consists of bones of forelimb, bones of hind limbs and forelimbs, pectoral girdle, pelvic girdle. Okay, അപ്പോൾ ഇങ്ങനെയാണ് ഹ്യൂമൻ സ്കെലറ്റൽ സിസ്റ്റം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ആക്സിയൽ സ്കെലറ്റൺ എന്നും അപ്പൻഡിക്കുലർ സ്കെലറ്റൺ എന്നും. ദെൻ ആക്സിയൽ സ്കെലറ്റൺ. ആക്സിയൽ സ്കെലറ്റണിൽ ആദ്യമായിട്ട് വരുന്നത് ബോൺസ് ഓഫ് ഹെഡ് ആണ്. ദർ ആർ 29 bones.
So bones of head includes skull, hyoid bone, ear ossicle. സ്കളിൽ 22 ബോൺ, ഹയോയിഡിൽ 1 ബോൺ, ആൻഡ് ഇയർ ഓസിക്കിൾസ്. ഇയർ ഓസിക്കിൾസ് 3 into 2. 3 on each. 2 ചെവിയിലും കൂടി 3 ഇയർ ഓസിക്കിൾസ്, മാലിയസ്, ഇൻകസ്, സ്റ്റെപ്പസ്. അപ്പോൾ 3 into 2 6 ബോൺസ്. അങ്ങനെയാണ് 206 ബോൺസ് ആയിട്ട്. സ്കളിൽ 22 ബോൺസ്, ഹയോയിഡിൽ 1 ബോൺ, ഇയർ ഓസിക്കിൾസ് 126 plus 80. Okay. Skull. Bones of skull. It includes cranial bones and facial bones. Cranial means തലയോട്ടി. ഫേഷ്യൽ ബോൺസ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിൻ്റെ അവിടെയുള്ള. ക്രേനിയൽ ബോൺസ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടൽ. നമുക്ക് കാണാം ഫ്രണ്ടൽ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഫോർഹെഡിൻ്റെ ഭാഗമാണ് ഫ്രണ്ടൽ. Frontal, then parietals, temporal, occipitals, parietals. Parietal എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബാക്കിലേക്ക് പോകുന്നത്. ഇതാണ് parietal. Occipital ഏറ്റവും ബാക്കിലായിട്ട്. Then comes the temporal. ഇതാണ് temporal. Then sphenoid and ethmoid. Sphenoid bone and ethmoid bone. Sphenoid എന്ന് പറയുമ്പോഴത്തേക്കും ഈ കണ്ണിൻ്റെ തൊട്ട് പുറകിലുള്ളത്. എഥമോയിഡ് ബോൺ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത്. ഇത്രയുമാണ് സ്കളിലെ ബോൺസ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡ് ക്രേനിയൽ ബോൺസ് ആൻഡ് ഫേഷ്യൽ ബോൺസ്. ക്രേനിയൽ ബോൺസിൽ ഫ്രണ്ടൽ, പറൈറ്റൽ, ടെമ്പറൽ, ഓക്സിപിറ്റൽ, സ്ഫീനോയിഡ് ആൻഡ് എഥമോയിഡ്. ഫേഷ്യൽ ബോൺസിൽ നെയ്സൽസ്, നമ്മുടെ മൂക്കിൻ്റെ അവിടെയുള്ള നെയ്സൽസ്, മാക്സില്ലേ, സൈഗോമാറ്റിക്സ്, ലാക്രിമൽസ്, പാലറ്റൈൻസ്, ഇൻഫീരിയർ നെയ്സൽസ്, മാൻഡിബിൾസ് ആൻഡ് വോമർ. ഏതൊക്കെയാണ്? ഇൻക്ലൂഡ്സ് നെയ്സൽ. നെയ്സൽ ബോൺ നമുക്ക് കാണാം, മൂക്കിൻ്റെ അവിടെയുള്ള ബോണാണ് നെയ്സൽ ബോൺ. nasal bone. Then maxillae. Maxilla നോക്കിയാൽ നമ്മുടെ അപ്പർ ലിപ്പിൻ്റെ ഒക്കെ അവിടെ maxillae. Then comes the temporal, occipital, sphenoid and ethmoid. Temporal, sphenoid കാണുന്നുണ്ട്, ഫസ്റ്റ് ethmoid, ടെമ്പറൽ, ഓക്സിപിറ്റൽ, ഹയോയിഡും കാണിക്കുന്നുണ്ട്. ടെമ്പറൽ ബോൺ, ഓക്സിപിറ്റൽ ബോൺ. ഇത്രയുമാണ് ക്രേനിയൽ ബോൺസ്. ഫേഷ്യൽ ബോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ദേ ഇൻക്ലൂഡ് നെയ്സൽസ്, മാക്സില്ലേ, സൈഗോമാറ്റിക്സ്, ലാക്രിമൽസ്. ലാക്രിമൽസ് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അടുത്തുള്ളത്. പാലറ്റൈൻസ്, ഇൻഫീരിയർ നെയ്സൽസ്, മാൻഡിബിൾ ആൻഡ് വോമർ. Inferior nasals, mandible and vomit. These are the different types of bones in the head or skull. Skull include cranial bones and facial bones. ഞാൻ പറഞ്ഞു cranial bones ഏതൊക്കെയാണെന്ന് പറഞ്ഞു, facial bonesഉം ഏതൊക്കെയാണെന്ന് പറഞ്ഞു. Then hyoid bone എന്ന് പറഞ്ഞാൽ it is a U-shaped bone found at the floor of the buccal cavity. ബക്കൽ ക്യാവിറ്റിയുടെ ഫ്ലോറിൽ കാണപ്പെടുന്ന ഒരു U-shaped ബോൺ, അതിനെയാണ് ഹയോയിഡ് എന്ന് പറയുന്നത്. ഹയോയിഡ് അപ്പാറ്റസ് അല്ലെങ്കിൽ ഹയോയിഡ് ബോൺ. ദെൻ ഇയർ ഓസിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എണ്ണമുള്ളത് ഞാൻ പറയുന്നതാണ്. മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റെപ്പസ്. മാലിയസ് 2, ഇൻകസ് 2, സ്റ്റെപ്പസ് 2 ഓരോ സൈഡിൽ. ദെൻ ബോൺസ് ഓഫ് ഹെഡ്. ബോൺസ് ഓഫ് ഹെഡ് എന്ന് പറയുമ്പോൾ ദ സ്കൾ ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദ ഫസ്റ്റ് വെർട്ടിബ്ര of the vertebral column with the help of 2 occipital condyles. അപ്പോൾ സ്കള് എല്ലാ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാണ്. സ്കളിൻ്റെ അകത്തുള്ള തലച്ചോറ് എന്ന് പറയുന്ന ഭാഗം. സ്കൾ ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദ ഫസ്റ്റ് വെർട്ടിബ്ര. ഫസ്റ്റ് വെർട്ടിബ്ര ആയിട്ട് കുറച്ചൊക്കെ ഫ്യൂസ് ചെയ്തായിരിക്കുന്നത്. of the vertebral column which help in the ഇയർ. ഒന്നുകൂടെ ഇയർ ഓസിക്കിൾസ് തൊട്ട് ഒന്നുകൂടെ പറയാം. ഇയർ ഓസിക്കിൾസ് 3 എണ്ണം, മാലിയസ്, ഇൻകസ്, സ്റ്റെപ്പസ്. ഓരോ ചെവിയിലും 3 എണ്ണം വീതം, അങ്ങനെ 6 എണ്ണം.
പിന്നെ ബോൺസ് ഓഫ് ഹെഡിൽ സ്കൾ ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദ ഫസ്റ്റ് വെർട്ടിബ്ര. സ്കള് ഫസ്റ്റ് വെർട്ടിബ്രയായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഓഫ് ദ വെർട്ടിബ്രൽ കോളം വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 ഓക്സിപിറ്റൽ കോണ്ടൈൽസ്. സ്കൾ ഇതാണ് ഓക്സിപിറ്റൽ കോണ്ടൈൽ എന്ന് പറയുന്നത്. സ്കള് നമ്മുടെ ഫസ്റ്റ് വെർട്ടിബ്രയായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആ പൊസിഷനാണ് ഓക്സിപിറ്റൽ കോണ്ടൈൽ. Then comes the vertebral column. Vertebral column is formed of 26 vertebrae. They are of cervical vertebrae. Cervical എന്ന് പറയുന്നത് നമ്മുടെ കഴുത്ത് ആ ഭാഗത്ത് കാണുന്നു. Then thoracic vertebrae seen in the thoracic region. Lumbar vertebrae കുറച്ചും കൂടെ താഴെ abdominal region. പിന്നെ sacral vertebrae. Then comes the coccygeal vertebrae. ഇത്രയുമാണ് bones of the head and bones of vertebral column. So skull articulates with the first vertebra of the vertebral column with the help of 2 occipital condyles. അതുകൊണ്ട് dicondylic skull എന്ന് പറയും. ഓക്കെ, ഇനി vertebra, cervical vertebrae, thoracic, lumbar, sacral and coccygeal vertebrae. Cervical vertebrae there are 7 in numbers, thoracic vertebrae 12. എൻ്റെ ഒക്കെ പൊസിഷൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. cervical vertebra 7, thoracic vertebrae 12, lumbar vertebrae 5, sacral vertebrae 1, that is fused സ്റ്റേറ്റിലാണ് കാണുന്നത്, and finally coccygeal vertebrae that is also in fused stage. Then vertebral column, it has a central hollow portion called the neural canal. ഇതാണ് vertebral column. vertebral columnത്തിലെ ഓരോ വെർട്ടിബ്രയ്ക്ക് ഒരു സെൻട്രൽ കനാൽ ഉണ്ട്. ദിസ് ഈസ് കോൾഡ് എ ന്യൂറൽ കനാൽ through which the spinal cord runs. And the number of cervical vertebrae is 7 in almost all mammals. സെർവിക്കൽ വെർട്ടിബ്രയുടെ എണ്ണം എല്ലാ മാമൽസിനും, ഇപ്പോൾ ജിറാഫിനെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ജിറാഫിൻ്റെ കഴുത്തൊക്കെ വളരെ നീണ്ടതാണ്, എന്നാലും സെർവിക്കൽ വെർട്ടിബ്രയുടെ എണ്ണം 7 ഉള്ളൂ. Vertebral column protects the spinal cord, support the head and serves as the point of attachment for the ribs and musculature of the back. Vertebral columnത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊട്ടക്ട്സ് സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സപ്പോർട്ട്സ് ദ ഹെഡിനെ സപ്പോർട്ട് ചെയ്യുന്നു, ആൻഡ് സെർവ്സ് ആസ് എ പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഫോർ റിബ്സ് എന്ന് പറയുന്നത് നമ്മുടെ വാരിയെല്ലിന് ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നു. അതുപോലെ ബാക്ക് മസിൽസ്, നമ്മുടെ ബാക്കിലുള്ള ഡോഴ്സൽ സൈഡിലുള്ള മസിൽസിന് അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നു. ഇത്രയൊക്കെയാണ് വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഫങ്ഷൻസ്. ദെൻ നെക്സ്റ്റ് ആക്സിയൽ സ്കെലിട്ടണിൽ വരുന്ന പോർഷനാണ് സ്റ്റേർണം. വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഫങ്ഷനും സ്ട്രക്ചറൊക്കെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റേർണം അല്ലെങ്കിൽ ബ്രസ്റ്റ് ബോൺ എന്നറിയപ്പെടുന്നത്. ഒരു ഫ്ലാറ്റ് ബോണാണ് ഓൺ ദ വെൻട്രൽ മിഡ് ലൈൻ ഓഫ് തൊറാക്സ്. ഒരു ഫ്ലാറ്റ് ബോണാണ് ഓൺ ദ വെൻട്രൽ മിഡ് സൈഡ്. അതായത് നേരത്തെ നമ്മൾ സ്കെലിറ്റൽ സിസ്റ്റം മുഴുവൻ പഠിച്ചില്ലേ, അപ്പോൾ വെൻട്രൽ മിഡ് സൈഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ കാണുന്ന ഇതാണ് സ്റ്റേർണം എന്ന് പറയുന്നത്. ആ സ്റ്റേർണത്തിനെ കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ദെൻ അപ്പോൾ നമുക്ക് അത്ര സ്റ്റേർണം ഫ്ലാറ്റ് ബോൺ ആണെന്ന് അത്രേ പറയാനുള്ളൂ. അത് റിബ്സൊക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അതിലേക്ക്. അതുപോലെ ഫസ്റ്റ് സെക്കൻഡ് റിബ്സ്, പിന്നെ അങ്ങനെ റിബ്സൊക്കെ അറ്റാച്ച് ചെയ്യുന്ന ആ ബ്രസ്റ്റ് ബോൺ എന്നറിയപ്പെടുന്ന സ്ട്രക്ചറാണ് സ്റ്റേർണം എന്ന് പറയുന്നത്. ദെൻ റിബ്സ് എന്ന് പറയുമ്പോൾ 12 പെയേഴ്സ് ആണ്. 3 റിബ്സ് ആണുള്ളത്. 3 ടൈപ്സ് ഓഫ് റിബ്സ് ആണുള്ളത്. ട്രൂ റിബ്സ്, അതായത് ആദ്യത്തെ 7 പെയറിനെ പറയുന്നത് ട്രൂ റിബ്സ് എന്നാണ്. ദെൻ 8th 9th 10th അതിനെ പറയുന്നത് വേർട്ടി ബ്രോങ്കോൺട്രൽ റിബ്സ് ഓർ ഫാൾസ് റിബ്സ്. ആദ്യത്തേത് ട്രൂ റിബ്സ്, ഫസ്റ്റ് 7 പെയേഴ്സ് ആണ് ട്രൂ റിബ്സ് എന്നറിയപ്പെടുന്നത്. ബാക്കിയുള്ളത് ഫാൾസ് റിബ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ ദ 11th and 12th പെയർ ഇസ് കോൾഡ് ഫ്ലോട്ടിംഗ് റിബ്സ്. ഇതിൽ കൃത്യമായി ലേബൽ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 7 എണ്ണം ആ സ്റ്റേർണുമായിട്ട് ഡയറക്റ്റായിട്ട് ഒരു കണക്ഷൻ കൊടുക്കുന്ന പോലെയാണ് കാണുന്നത്. പിന്നീട് കാണുന്ന 8th 9th and 10th ഫാൾസ് റിബ്സ് എന്നറിയപ്പെടുന്നത്. ആൻഡ് 11th 12th ആർ കോൾഡ്
floating ribs. Okay. Each rib has two articulation surface on its dorsal end. So it is called bicephalic. ഓരോ റിബിനും രണ്ട് ആർട്ടിക്കുലേഷൻ സർഫസ് ഉണ്ട്. ഡോഴ്സൽ സൈഡിൽ രണ്ട് ആർട്ടിക്കുലേഷൻ സർഫസ് ഉണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ ബൈസെഫാലിക് എന്ന് വിളിക്കുന്നു. ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ് സർഫസ്. ദെൻ ട്രൂ റിബ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ thoracic vertebrae and ventrally connected to the sternum with the help of hyaline cartilage. അപ്പോൾ ട്രൂ റിബ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ thoracic vertebrae ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വെൻട്രലി കണക്റ്റഡ് കണ്ടറിയാം. റിബ്സിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് വേർട്ടിബ്രൽ കോളമാണ്. ഇതാണ് റിബ്സ് എന്ന് പറയുന്നത്, ഈ രണ്ട് സൈഡിലും കാണുന്ന ബോൺസ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് ഈ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിലേക്ക് പോകും. അത് വേർട്ടിബ്രൽ കോളമാണ്. ദെൻ ഈ കാണുന്ന സ്ട്രക്ചർ ഇതെന്തെന്ന് നമ്മൾ പറഞ്ഞത് സ്റ്റേണമാണ്. അപ്പോൾ ഈ സ്റ്റേണത്തിലേക്കും വേർട്ടിബ്രൽ കോളത്തിലേക്കുമാണ് റിബ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ട്രൂ റിബ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ thoracic vertebrae and ventrally connected to the sternum. So dorsally it is connected to the thoracic vertebrae and ventrally to the sternum with the help of hyaline cartilage. Hyaline cartilage വെച്ചിട്ടാണ് ventrally attachment നടന്നിരിക്കുന്നത്. Then false ribs do not articulate directly with the sternum. അത് ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ആ പടത്തിൽ കണ്ടതുമാണ്. ഫാൾസ് റിബ്സ് ഡയറക്റ്റായിട്ട് സ്റ്റേണവുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടില്ല. ബട്ട് ജോയിൻ ദ സെവൻത്ത് റിബ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹൈലൈൻ കാർട്ടിലേജ്. പക്ഷേ അത് സെവൻത്ത് റിബിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണുള്ളത്. ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും. ആദ്യത്തെ 7 പേരും ഡോസൽ സൈഡിൽ thoracic vertebrae-യുമായിട്ടും വെൻട്രൽ സൈഡിൽ ഈ കാണുന്നതാണ് സ്റ്റേണവുമായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഫാൾസ് റിബ് എന്ന് പറയുമ്പം അത് സെവൻത്ത് വേർട്ടിബ്രയുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹൈലൈൻ കാർട്ടിലേജ്. Then floating ribs are not connected ventrally. Floating ribs ventral connections ഇല്ല. കണ്ടോ, ഫ്ലോട്ടിംഗ് റിബ്സിന് വെൻട്രലി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സൈഡിലേക്ക് ഇങ്ങോട്ട് കണക്ഷൻ ഇല്ല. ഇനി അടുത്ത് വരുന്ന അപ്പൻഡിക്കുലാർ സ്കെലറ്റൺ ആണ്. അപ്പോൾ ആക്സിയൽ സ്കെലറ്റണിൽ എന്തൊക്കെയാണ് വരുന്നത് ഒന്നും കൂടെ പറയാം. സ്കെലറ്റൽ സിസ്റ്റം തൊട്ടൊന്നും കൂടി ജസ്റ്റ് ഒന്ന്. ഹ്യൂമൻ സ്കെലറ്റൽ സിസ്റ്റം, ആക്സിയൽ സ്കെലറ്റനും ഉണ്ട്, അപ്പൻഡിക്കുലാർ സ്കെലറ്റൺ. രണ്ടായിട്ട് തിരിക്കാം ഹ്യൂമൻ സ്കെലറ്റൽ സിസ്റ്റത്തിന്. ആക്സിയൽ സ്കെലറ്റൺ ആൻഡ് അപ്പൻഡിക്കുലാർ സ്കെലറ്റൺ. ആക്സിയൽ സ്കെലറ്റൺ കൺസ് ഓഫ് 80 ബോൺസ് ആൻഡ് അപ്പൻഡിക്കുലാർ സ്കെലറ്റൺ കൺസ് ഓഫ് 126 ബോൺസ്. ആക്സിയൽ സ്കെലറ്റണിലാണ് ബോൺസ് ഓഫ് ഹെഡ്, വേർട്ടിബ്രൽ കോളം, സ്റ്റേർണം, റിബ്സ് ഒക്കെ വരുന്നത്. അപ്പൻഡിക്കുലാർ സ്കെലറ്റൺ എന്ന് പറയുമ്പോൾ 4 limbs, hind limbs, pectoral girdle, pelvic girdle, ഇത്രയും വരുന്നതാണ് അപ്പൻഡിക്കുലാർ സ്കെലറ്റൺ. ഫസ്റ്റ് ആക്സിയൽ സ്കെലറ്റണിൽ വരുന്ന ഭാഗമാണ് സ്കൾ എന്ന് പറയുന്നത്. സ്കളിൽ അല്ലെങ്കിൽ ബോൺസ് ഓഫ് ഹെഡ് എന്ന് പറയുന്നത്. അതിൽ തന്നെ സ്കളിൽ 22 ബോൺസ് ഉണ്ട്. പിന്നെ ഒരു ഹയോയിഡ് ഉണ്ട്, ഇയറോസിക്കിൾസ് ഉണ്ട്. ഇയറോസിക്കിൾസ് മീൻസ് മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പസ്. അപ്പോൾ ഓരോ ഇയറിലും 3 ബോൺ വെച്ച് ആകെ 6 ബോൺസ്. സ്കളിൽ ക്രേനിയൽ ബോൺസ് ഉണ്ട്, ഫേഷ്യൽ ബോൺസ് ഉണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും പൊസിഷൻ frontal, parietal, temporal, occipital, sphenoid and ethmoid. Facial bones are nasals, maxilla, zygomatics, lacrimals, palatine, inferior nasals, mandibles and vomer. അപ്പോൾ അതിൻ്റെയൊക്കെ ആ പൊസിഷൻ ഏകദേശം അല്ലെങ്കിൽ അതൊക്കെ ഫേഷ്യൽ ബോൺസ് ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ 2 ഹെഡിങ്സ് ആയിട്ടൊക്കെ തിരിച്ചെഴുതാൻ പറഞ്ഞാൽ ക്രേനിയൽ ബോൺസ് ഏതാണ്, ഫേഷ്യൽ ബോൺസ് ഏതാണെന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അറിയാം. Then hyoid bone, U-shaped bone found at the floor of buccal cavity. Buccal cavity ഫ്ലോറിൽ കാണിക്കുന്ന U-shaped bone ആണ് hyoid bone. Then earosicles കാണിക്കുന്ന earosicles വളരെ ചെറുതാണ്, malleus, incus and stapes. Then bones of head. Skull articulates with the first vertebra. First vertebra atlas എന്നാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് വെർട്ടിബ്രേ ആയിട്ടാണ് ഹെഡ് ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്കൾ ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 occipital condyles. So it is known as Dicondylic skull. And then comes the vertebral column, cervical vertebrae, thoracic vertebrae, lumbar, sacral and coccygeal vertebrae.
വേർട്ടിബ്രൽ ഓരോ വേർട്ടിബ്രയ്ക്കും ഒരു ന്യൂറൽ കനാൽ ഉണ്ട്. ത്രൂ ദിസ് ന്യൂറൽ കനാൽ ദ സ്പൈനൽ കോഡ് പാസസ്. Number of cervical vertebrae is almost same in all mammals. That is 7. Then ഒരു ഫ്ലാറ്റ് ബോൺ ഉണ്ട്, ബ്രസ്റ്റ് ബോൺ അറിയപ്പെടുന്നത്, that is the sternum. And then comes the ribs. True ribs ഉണ്ട്, false ribs ഉണ്ട്, floating ribs ഉണ്ട്. True ribs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ first 7 pairs, then 8, 9, 10 false ribs, and floating rib എന്ന് പറയുമ്പോൾ പിന്നെയുള്ള 11, 12. അപ്പോൾ ഓർക്കേണ്ടത് ട്രൂ റിബ്സ് ബാക്കുമായിട്ടും ഫ്രണ്ടുമായിട്ടും അല്ലെങ്കിൽ ഡോർസൽ സൈഡുമായിട്ടും വെൻട്രൽ സൈഡുമായിട്ടും അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഡോർസൽ സൈഡിലേക്ക് വേർട്ടിബ്രൽ കോളം തൊറാസിക് വേർട്ടിബ്രയുമായിട്ടും വെൻട്രൽ സൈഡ് ആകുമ്പോൾ സ്റ്റേണവുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഫോൾസ് റിബ്സ് എന്ന് പറയുമ്പോൾ ഫോൾസ് റിബ്സ് ബാക്കിൽ വേർട്ടിബ്രയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ സെവൻത്ത് റിബ്സുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അല്ലാതെ നേരെ സ്റ്റേണത്തിലേക്കല്ല, ത്രൂ ഹൈലൈൻ കാർട്ടിലേജ്. ദെൻ ഫ്ലോട്ടിംഗ് റിബ്സ് ആർ നോട്ട് കണക്റ്റഡ് വെൻട്രലി. ഇത്രയുമാണ് നമ്മൾ ആക്സിയൽ സ്കെലട്ടണിൽ പറഞ്ഞത്. ദെൻ കംസ് ദ അപ്പൻഡിക്കുലാർ സ്കെലട്ടൺ. അപ്പൻഡിക്കുലാർ സ്കെലട്ടണിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ബോൺസ് ഓഫ് ഫോർ ലിംസ്, അതായത് മുൻകാലുകൾ, പിൻകാലുകൾ, ഇടുപ്പെല്ല്, തോളെല്ല്, ഇത്രയും ഭാഗങ്ങൾ കൂടിയതാണ് അപ്പൻഡിക്കുലാർ സ്കെലട്ടൺ. ദാറ്റ് ഈസ് ഫോർ ലിംസ്, മുൻകാലുകൾ, ഹൈൻഡ് ലിംസ്, പിൻകാലുകൾ. നമുക്ക് പിൻകാലുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻകാല് പിൻകാല എന്നല്ല, നമ്മൾ കയ്യ് കാല എന്നാണ് പറയുക. ശരിക്കും ഒരു ആനിമലിൽ നോക്കുമ്പോൾ നമ്മൾ ഫോർ ലിംബ് ഹൈൻഡ് ലിംബ് എന്നാണ് പറയുന്നത്. നമ്മുടെ കൈ ശരിക്കും ഫോർ ലിംസ് ആണ്. അപ്പോൾ ഫോർ ലിംസ്, ഹൈൻഡ് ലിംസ്, ദെൻ പെക്ടറൽ ഗേർഡിൽ, അതാണ് തോളെല്ല്, നമ്മുടെ തോൾ ഭാഗത്തുള്ള എല്ലില്ലേ. ദെൻ പെൽവിക് ഗേർഡിൽ, ഇടുപ്പെല്ല്. ഇത്രയും കൂടിയതാണ് അപ്പൻഡിക്കുലാർ സ്കെലട്ടൺ. ദർ ആർ 60 ബോൺസ്, 60 ബോൺസ് ഉണ്ട്. ദ ഇൻക്ലൂഡ് ഹ്യൂമറസ്. ബോൺസ് ഓഫ് ഫോർ ലിംസ് ആണ് ആദ്യം പറയുന്നത്. അപ്പോൾ 60 ബോൺസ് ഉണ്ട്. അതായത് 30 ഒരു കയ്യിൽ, 30 മറ്റേ കയ്യിൽ. അപ്പോൾ അതിൽ ഫോർ ലിംസിലെ മേജർ ബോൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമറസ്, ഒരു ഹ്യൂമറസ്, റേഡിയസ്, ഹ്യൂമറസ്, ഈ കാണുന്നതാണ് ഹ്യൂമറസ് എന്ന് പറയുന്നത്. പിന്നെ റേഡിയസും അൾനയും, ഇത് രണ്ടും പാരലായിട്ട് കിടക്കുന്ന ബോൺസാണ്. ദെൻ റേഡിയസ്, അൾന, ദെൻ കംസ് കാർപ്പൽസ് ആൻഡ് മെറ്റാകാർപ്പൽസ്, ആൻഡ് ഫൈനലി ഫലാഞ്ചസ്. ഈ കൈപ്പത്തിയിൽ വരുന്നതാണ് കാർപ്പൽസ് ആൻഡ് മെറ്റാകാർപ്പൽസ്. കാണാം, കൈപ്പത്തി എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ വരുന്നതാണ് കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, പിന്നെ ഫലാഞ്ചസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ബോൺസ് ഓഫ് ഫോർ ലിംസ്: ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽ, മെറ്റാകാർപ്പൽ, ഫലാഞ്ചസ്. അതിൻ്റെ ഓർഡറും അതുപോലെ അത് ലേബൽ ചെയ്യാനൊക്കെ അറിഞ്ഞിരിക്കണം, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഏതൊക്കെയാണ് ഫോർ ലിംസിലെ ബോൺസ്, ഹൈൻഡ് ലിംസിലെ ബോൺസ് എന്ന്. ദെൻ ഹൈൻഡ് ലിംസിൻ്റെ ബോൺസ്, അതും ദർ ഓൾസോ 60 ഇൻ നമ്പർ. ദേ ഇൻക്ലൂഡ് ഫീമർ, ഫീമറാണ് ഏറ്റവും വലിയ ബോൺ, തുടയെല്ല്, തൈ ബോൺ. ദെൻ പെയ്റ്റല്ല, പെയ്റ്റല്ല എന്ന് പറയുമ്പോൾ മുട്ടിൻ്റെ ഭാഗത്തുള്ള എല്ല്, നീ ക്യാപ്പ്, മുട്ടിൻ്റെ ഭാഗത്ത് നീ ക്യാപ്പ്. ദെൻ ടിബിയ, ഫിബുല, ഇതായി കാണുന്നത്, ഫസ്റ്റ് കാണുന്നത് ഫീമർ, പിന്നെ പെയ്റ്റല്ല, ടിബിയ, ഫിബുല, ടാർസൽസ്, മെറ്റാടാർസൽസ് ആൻഡ് ഫലാഞ്ചസ്. മറ്റിടത്ത് കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ് ആയിരുന്നു, ഇവിടെ ടാർസൽ, മെറ്റാടാർസൽ ആൻഡ് ഫലാഞ്ചസ്. ഫലാഞ്ചസ് എന്ന് പറഞ്ഞാൽ ഫിംഗേഴ്സ്, ഡിജിറ്റ്സിൽ വരുന്നതാണ്, വിരലുകളിൽ വരുന്നതാണ് ഫലാഞ്ചസ് എന്ന് പറയുന്നത്, അതിൻ്റെ എണ്ണവും. ദെൻ കംസ് ദ പെക്ടറൽ ഗേർഡിൽ. പെക്ടറൽ ഗേർഡിൽ മീൻസ് തോളല്ല. അത് 4 ബോൺസ് ആണുള്ളത്, 2 സൈഡിലും കൂടി. ദേ ആർ ഫോംഡ് ഓഫ് ക്ലാവിക്കിൾ ആൻഡ് സ്കാപ്പുല. ക്ലാവിക്കിൾ എന്ന് പറയുമ്പോൾ ഈ സാധനമാണ് ക്ലാവിക്കിൾ. സ്കാപ്പുല എന്ന് പറയുന്നത്, ക്ലാവിക്കിൾ എന്ന് പറഞ്ഞാൽ തോളല്ല, സ്കാപ്പുല എന്ന് പറഞ്ഞാൽ ഷോൾഡർ ബ്ലേഡ്, വീതിയുള്ള, ഇത്രയും വീതിയുള്ള ആ ബോണാണ് എന്ത്, സ്കാപ്പുല. ഇവിടെ ഈ തോളിൽ കാണുന്ന ഒരു എല്ലില്ലേ, അതാണ് ക്ലാവിക്കിൾ അല്ലെങ്കിൽ കോളർ ബോൺ എന്നറിയപ്പെടുന്നത്. സ്കാപ്പുല ഈസ് എ ലാർജ് ട്രയാങ്കുലർ ഫ്ലാറ്റ് ബോൺ. നമുക്ക് കാണാം സ്കാപ്പുല ലാർജ് ആണ്, ട്രയാങ്കുലർ ആണ്, ഫ്ലാറ്റ് ആണ്. സിറ്റുവേറ്റഡ് ഓൺ ദ ഡോസൽ പാർട്ട് ഓഫ് ദ തൊറാക്സ് ബിറ്റ്വീൻ 2nd and 7th റിബ്. 2nd റിബിൻ്റെയും 7th റിബിൻ്റെയും ഇടയ്ക്കാണ് കാണുന്നത്.
Scapula has a slightly elevated ridge or spine. സ്കാപ്പുലയ്ക്ക് ഒരു സ്പൈൻ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, വിച്ച് പ്രൊജക്റ്റ് ആസ് എ ഫ്ലാറ്റ് എക്സ്പാൻഡഡ് പ്രോസസ് കോൾഡ് അക്രോമയോൺ. അത് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് പോർഷനിലേക്കാണ്, അതിനെയാണ് അക്രോമയോൺ എന്ന് വിളിക്കുന്നത്. ദ ക്ലാവിക്കിൾ ആർട്ടിക്കുലേറ്റ് വിത്ത് ദിസ്. ക്ലാവിക്കിൾ ഈ അക്രോമയോണിലേക്കാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ബിലോ ദ അക്രോമയോൺ ഇസ് എ ഡിപ്രഷൻ. അതിൻ്റെ താഴെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആ ഡിപ്രഷൻ അതിനെ പറയുന്ന പേരാണ് ഗ്ലീനോയിഡ് ക്യാവിറ്റി. ഇതാണ് ഗ്ലീനോയിഡ് ക്യാവിറ്റി എന്ന് പറയുന്നത്. ഈ ഗ്ലീനോയിഡിലേക്കാണ് ഹ്യൂമറസിൻ്റെ ഹെഡ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോണാണ്, ഈ പറയുന്ന ട്രയാങ്കുലർ ആയിട്ടുള്ള ബോണിനെയാണ് നമ്മൾ സ്കാപ്പുല എന്ന് പറയുന്നത്. അത് തൊറാക്സിൻ്റെ ഡോസൽ പാർട്ടിൽ ബിറ്റ്വീൻ 2nd and 7th rib. പിന്നെ അതിറ്റ് സ്ലൈറ്റ്ലി എലിവേറ്റഡ് റിച്ച് ഒരു സ്പൈൻ പോലെയുണ്ട്, വിച്ച് പ്രൊജക്റ്റ് ആസ് എ ഫ്ലാറ്റ് എക്സ്പാൻഡഡ് പ്രോസസ് കോൾഡ് അക്രോമിയോൺ. പിന്നെ ഒരു ഫ്ലാറ്റ് എക്സ്പാൻഡഡ് പ്രോസസ് ഉണ്ട്, അതാണ് അക്രോമിയോൺ. ദ ക്ലാവിക്കിൾ ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദിസ്. ക്ലാവിക്കിൾ ഇതുമായിട്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. കണ്ടോ, ക്ലാവിക്കിൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, കോളർ ബോൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ദെൻ ഹ്യൂമറസ് ഒരു ക്യാവിറ്റിയിലേക്കാണ് ഹ്യൂമറസ് അറ്റാച്ച് ചെയ്യുന്നത്, അതിനാണ് ഗ്ലീനോയിഡ് ക്യാവിറ്റി എന്ന് പറയുന്നത്. ഇതാണ് പെക്ടറൽ ഗേർഡിൽ എന്ന് പറയുന്നത്, തോളല്. ദെൻ കംസ് ദ പെൽവിക് ഗേർഡിൽ, അതായത് ഇടുപ്പല്ല് എന്ന് പറയുന്നത്. പെൽവിക് ഗേർഡിൽ 2x1, 2 ബോൺസാണ്, ഫോംഡ് ഓഫ് 2 കോക്സൽ ബോൺസ്. കോക്സൽ ബോൺസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ കോക്സൽ ബോൺ എന്ന് പറഞ്ഞാൽ അവിടെ ഇലിയം, ഇഷ്യം, പ്യൂബിസ്. അങ്ങനെ ഇലിയത്തിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ഒരു ഇലിയം കണ്ടിട്ടുണ്ട്, ILEUM. അതെവിടെയായിരുന്നു? ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലായിരുന്നു. അതെവിടെയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലാണ് ILEUM കണ്ടത്. ഇവിടെ ILIUM, ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബിസ്. ഇലിയം, ഇഷ്യം, പ്യൂബിസ്. ഇതാണ് ഇലിയം എന്ന് പറയുന്നത്, ഇത്രയും വലിയത് ഇലിയം. പിന്നെ ഇഷ്യം എന്ന് പറയുമ്പം ഈ ഭാഗമാണ് ഇഷ്യം എന്ന് പറയുന്നത്. പ്യൂബിസ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ, ഇതാണ് പ്യൂബിസ്, ഇത്രയും ഭാഗം ഇഷ്യം. ഓക്കെ, ഇത് മൊത്തത്തും കൂടി പറയുന്ന പേര് കോക്സൽ ബോൺസ്. അപ്പോൾ കോക്സൽ ബോൺസ് ആർ ഫോംഡ് ഓഫ് ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബിസ്. ഇതാ കാണിക്കുന്നത് വൃത്തിയായി സെപ്പറേറ്റ് ചെയ്തിട്ട്. അറ്റ് ദ പോയിന്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഇലിയം ആൻഡ് ഇഷ്യം ആൻഡ് പ്യൂബിസ് ഇസ് എ ക്യാവിറ്റി ദാറ്റ് ഇസ് കോൾഡ് അസെറ്റാബുലം, ടു വിച്ച് ദ തൈ ബോൺസ് ആർട്ടിക്കുലേറ്റ്. അപ്പോൾ ഇലിയം, ഇഷ്യം, പ്യൂബിസ് അതിൻ്റെ ആർട്ടിക്കുലേഷൻ്റെ ഭാഗത്ത് ഒരു അസെറ്റാബുലം എന്ന് പറയുന്ന ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിയിലേക്കാണ് എന്ത് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? നമ്മുടെ തുടയെല്ലിൻ്റെ, അതായത് അസെറ്റാബുലം എന്ന് പറയുന്ന ക്യാവിറ്റിയിലേക്കാണ് തൈ ബോൺ, തുടയെല്ല്, ഫീമർ അറ്റാച്ച് ചെയ്യുന്നത്. ദ 2 halves of pelvic girdle meet ventrally to form pubic symphysis. അപ്പോൾ ഈ 2 pubic പ്രോസസ്സും കൂടെ വെൻട്രലി മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് pubic symphysis. അവിടെ ഒരു ഫൈബ്രസ് കാർട്ടിലേജ് ഉണ്ട്. ഇതാണ് pubic symphysis എന്ന് പറയുന്നത്. ഈ കാണുന്ന ഭാഗം ഇതാണ് pubic symphysis. ഈ രണ്ട് ഇവിടെ 2 സ്ഥലത്തേക്കാണ് എന്താ പറയുക, നമ്മുടെ തൈ ബോൺസ് അറ്റാച്ച് ചെയ്യുന്നത്, ഫീമർ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് അപ്പൻഡിക്കുലർ സ്കെലിറ്റണിലുള്ളത്. അപ്പൻഡിക്കുലർ സ്കെലിറ്റൺ എന്ന് പറയുമ്പോൾ അപ്പൻഡിക്കുലർ സ്കെലിറ്റൺ കൺസിസ്റ്റ് ഓഫ് bones of 4 limbs, hind limbs, pectoral girdle and pelvic girdle. 4 limbsൽ 60 bones ആണുള്ളത്. ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ് ആൻഡ് ഫെലാഞ്ചസ്. കാർപ്പൽ എന്ന് പറഞ്ഞാൽ റിസ്റ്റ് ബോൺ, അതായത് നമ്മൾ വാച്ചൊക്കെ കിട്ടില്ലേ, ആ ഭാഗമാണ് കാർപ്പൽസ്. മെറ്റാകാർപ്പൽസും ഫെലാഞ്ചസും കൂടിയാണ് ഈ കൈപ്പത്തിയിലേക്ക് കൂടുതലങ്ങ് കാണുന്നത്. കൈപ്പത്തി എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് വിരലിൽ കാണുന്നത് ഫെലാഞ്ചസ് ആണ്. Then next is the bones of hind limbs. They include femur, patella. ഫീമർ എന്ന് പറഞ്ഞാൽ തുടയല്ല്, പേറ്റല്ല എന്ന് പറയുമ്പോഴത്തേക്കും മുട്ട് ചിരട്ട എന്നൊക്കെ പറയില്ലേ, അപ്പോൾ നീ ക്യാപ്പ്.
ദെൻ ടിബിയ, ഫിബുല, പിന്നെ താഴേക്കുള്ള ബോൺസാണ് പറയുന്നത്. ടിബിയ, ഫിബുല, ടാഴ്സൽസ്, മെറ്റാടാഴ്സൽസ്. ടാഴ്സൽ എന്ന് പറഞ്ഞാൽ ആങ്കിൾ ബോണാണ് ടാഴ്സൽസ്. ദെൻ മെറ്റാടാഴ്സൽസ്, ഫലാഞ്ചസ്. മെറ്റാടാഴ്സൽ എന്ന് പറഞ്ഞാൽ കാൽപാദമില്ല, ആ ഭാഗത്ത് വരുന്നത് മെറ്റാടാഴ്സൽ. വിരലുകളിൽ വരുന്നത് ഫലാഞ്ചസ്. Then comes the pectoral girdle. Pectoral girdle formed of clavicle and scapula. Clavicle എന്ന് പറയുന്നത് കോളർ ബോൺ ആണ്. സ്കാപ്പുല എന്ന് പറയുന്നത് ഷോൾഡർ ബ്ലേഡ്, അതാണ് വലിയ ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഫ്ലാറ്റ് ബോൺ ആണ് സ്കാപ്പുല. സ്കാപ്പുല സ്ലൈറ്റ്ലി എലിവേറ്റഡ് ആണ്, ഒരു റിഡ്ജൊക്കെ ഉണ്ട്. ആ റിഡ്ജ് പിന്നെ ഒരു എക്സ്പാൻഡഡ് പ്രോസസ്സ് ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് അക്രോമിയോൺ. ദ ക്ലാവിക്കിൾ ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദിസ്. അക്രോമിയോൺ എന്ന് പറയുന്ന പ്രോസസ്സിലേക്കാണ് ക്ലാവിക്കിൾ അറ്റാച്ച് ചെയ്യുന്നത്. പിന്നെ ദർ ഇസ് എ ഗ്ലീനോയിഡ് ക്യാവിറ്റി. അപ്പെൻഡിക്കുലർ പെക്ടറൽ ഗേർഡിൽ കാണുന്നത് ഗ്ലീനോയിഡ് ക്യാവിറ്റി, അവിടേക്കാണ് ഹ്യൂമറസ് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി പെൽവിക് ഗേർഡിൽ കാണുന്നത് അസെറ്റാബുലമാണ്. അത് രണ്ടും മാറിപ്പോരുത്. പെക്ടറൽ ഗേർഡിൽ കാണുന്നത് ഗ്ലീനോയിഡ് ക്യാവിറ്റിയും പെൽവിക് ഗേർഡിൽ കാണുന്നത് അസെറ്റാബുലും. അത് രണ്ട് ഡിപ്രഷൻസ് ആണ്. ആ ഡിപ്രഷനിലേക്ക് ഇപ്പോൾ പെക്ടറൽ ഗേർഡിലെ ഗ്ലീനോയിഡ് ക്യാവിറ്റിയിലേക്കാണ് ഫോർ ലിംസ്, നമ്മുടെ കയ്യിലെ ഹ്യൂമറസിൻ്റെ ഹെഡ് അറ്റാച്ച് ചെയ്യുന്നത്. അതേസമയം അസെറ്റാബുലം എന്ന് പറയുന്ന പെൽവിക് ഗേർഡിൽ കാണുന്ന ക്യാവിറ്റിയിലേക്കാണ് തൈ ബോൺ, അതായത് ഫീമറിൻ്റെ ഹെഡ് അറ്റാച്ച് ചെയ്യുന്നത്. തിരിയരുത് കേട്ടോ. പെൽവിക് ഗേർഡിൽ ഫോംഡ് ഓഫ് 2 കോക്സൽ ബോൺസ്. കോക്സൽ ബോൺസ് എന്ന് പറയുമ്പോൾ അതിൽ ഇലിയം, ഇഷ്യം, പ്യൂബിസ് ഉണ്ട്. പ്യൂബിസ് രണ്ട് സൈഡിലേയും കൂടെ ചേരുന്ന ഭാഗമാണ് പ്യൂബിക് സിംഫൈസസ് എന്ന് പറയുന്നത്. അവിടെ കാർട്ടിലേജ് ഉണ്ട്. പിന്നെ രണ്ട് സൈഡിലും ഫീമറിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അസെറ്റാബുലമുണ്ട്. ക്യാവിറ്റി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ. ഇത്രയുമാണ് അപ്പൻഡിക്കുലർ സ്കെലറ്റൽ സിസ്റ്റത്തിൽ വരുന്നത്.